ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആൻസി വ്ളോഗ്. വ്ളോഗ് എന്ന് പറയാൻ കിട്ടില്ല കേട്ടോ, ആൻസി വ്ളോഗ് അതാണ് എൻ്റെ ചാനലിൻ്റെ പേര്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയേക്കണേ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യില്ലെന്ന് അറിയാം, എന്നാലും പിന്നെ അതൊക്കെ ഒരു ചടങ്ങായി പോയില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗെറ്റപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. മുല്ലപ്പൂക്കെ വെച്ചിട്ടുണ്ട്, തിരുവാതിര ഒന്നുമല്ല കേട്ടോ. ഒരു സെറ്റ് മുണ്ട് ഡ്രേപ്പിംഗ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിഷുവിന് എല്ലാവർക്കും സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് നല്ല അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ സെറ്റ് മുണ്ട് എങ്ങനെ എടുക്കണം എന്നുള്ളതും കുറച്ച് ഡൗട്ട്സൊക്കെ ഉണ്ടാവും. സിമ്പിളാണ്, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ക്ലീൻ ലുക്ക്, അതായത് നല്ല നീറ്റിൽ എങ്ങനെ സെറ്റ് മുണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. നല്ല പ്രീപ്ലീറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഓൾറെഡി അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾ മീൻസ് ഉടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അയൺ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ ഉടുക്കാം. ഇന്ന് ഞാൻ എല്ലാം അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അയണിങ് എങ്ങനെയാണെന്നുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ റിലേറ്റഡ് വീഡിയോ ആയിട്ട് ഞാൻ കൊടുക്കാം, ഈസിയാണ്. അപ്പോൾ ഇത് ഞാൻ സെറ്റ് മുണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സെറ്റ് മുണ്ട് റെഡിയാണ്. സെറ്റ് മുണ്ട് ഉടുക്കുന്നതിന് അതേ ടൈമിൽ തന്നെ പിന്നുകളും സെറ്റ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എന്താ വെച്ചാൽ വെച്ചോളൂ കേട്ടോ. എന്താ അറിയില്ല, സെറ്റ് മുണ്ട് എടുക്കുമ്പോൾ നമ്പൂതിരി വശേ വരൂ. അപ്പോൾ ഇത് പ്രത്യേകം എടുത്തില്ല, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് എടുത്തുകൊണ്ട് പിന്നെ ഇത് തപ്പാൻ നടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ ഇത് എടുത്ത് വെച്ചോളാം. ഇത് ഫസ്റ്റ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇത് മുണ്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ സാരി എടുക്കുമ്പോൾ ലെഫ്റ്റിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുക, എങ്ങനെയല്ലേ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ റൈറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. അതായത് ഇങ്ങനെയാണ് വരേണ്ടത്, ഈ ഒരു രീതിയിൽ. ഇപ്പം നമ്മൾ കറക്റ്റ് നമ്മളുടെ ഹൈറ്റ്, അതായത് താഴേക്കുള്ള ലെങ്ത്ത് നോക്കിയിട്ട് വെക്കുക. ആദ്യം വെച്ച് നോക്കിയതിൻ്റെ ശേഷം നമുക്ക് ഇത് കുത്തിയാൽ മതി കേട്ടോ. ഇത് സെൻറ്ററിൽ വരുന്ന രീതിയിൽ വേണം ഈ ഒരു കര. സെറ്റ് മുണ്ട് കൊടുക്കൽ അത്രയ്ക്ക് അങ്ങോട്ട് ഈസി ഒന്നുമല്ല കേട്ടോ, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ചില മുണ്ടുകളുണ്ടാവും, അതിന് ചിലപ്പോൾ ഇങ്ങനെ ഒരു കറക്റ്റ് ഷേപ്പിന് വരില്ല കേട്ടോ. ഇതിപ്പോൾ സിംഗിൾ സെറ്റ് മുണ്ടാണ്, ഡബിൾ അല്ല. കറക്റ്റായി കിട്ടാൻ എനിക്ക് കുറച്ച് ടൈം എടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതെല്ലാം അങ്ങ് ടക്കിൻ ചെയ്ത് കൊടുക്കുക ഉള്ളിലേക്ക് കറക്റ്റായിട്ട് റൗണ്ടിൽ. അപ്പോൾ ഈ ഒരു കര ഇവിടെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമ്മൾ ടക്കിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിലൊക്കെ കറക്റ്റായിട്ട് ടക്കിൻ ചെയ്യുക. അപ്പോൾ കറക്റ്റ് ഈ റൗണ്ടിൽ നമ്മൾ ടക്കിൻ ചെയ്തു. അപ്പോഴാണ് നല്ല നീറ്റിൽ നിൽക്കുന്നത് കേട്ടോ. ഇപ്പോൾ കറക്റ്റായില്ലേ. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം അല്ലേ. ഇനി നമുക്ക് മുന്താണി ഇടാം, അതായത് ടോപ്പ് പോർഷൻ. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഇങ്ങനെ പ്രീപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അയൺ ചെയ്ത് വെച്ചതാണ്. ഇവിടെയൊക്കെ ഞാൻ പിന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉടുക്കുമ്പോൾ കുറച്ച് ഈസി ആയിരിക്കും. ഞാൻ പിന്നെ ഇവിടെ തന്നെ വെച്ച് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. സമയത്ത് ഇതിൻ്റെ ഈ ഒരു കോണ് സെൻറ്ററിലായിട്ട് വേണം വരാൻ. ബ്ലൗസ് കുറച്ച് ലൂസായി നിൽക്കുന്ന ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഇത് ഹുക്ക് ഇടാൻ പറ്റിയിട്ടില്ല. അതാണ് കേട്ടോ, ബ്ലൗസ് ഇച്ചിരി ലൂസായില്ല എന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് നിൽക്കും. നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ ബാക്ക് ഓപ്പൺ ബ്ലൗസ് കുറച്ച് പാടാണ് ഇടാൻ കേട്ടോ.
ഇനി നമുക്ക് ഇവിടുത്തെ ഈ പ്ലീറ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇതാണ് നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റിൽ നിൽക്കും കേട്ടോ. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പം നമ്മൾ ധൃതി പിടിച്ച് പോകാനൊക്കെ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ സത്യം പറഞ്ഞാൽ ഇത് സഹകരിക്കില്ല നമ്മുടെ അടുത്ത്. ഇവിടെ ലൂസാവുന്നുണ്ടെങ്കിൽ കുറച്ച് ഇത് വലിച്ച് ഇങ്ങോട്ട് പിടിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഞാനൊരു പിന്ന് കുത്തിയിട്ടുണ്ട്. ഇനി ഒരു പിന്നും കൂടിയും കുത്തി കൊടുക്കാം. അവിടെ പിന്ന് വെച്ചു. ഇനി ഇവിടെ ഇച്ചിരി ലൂസായിട്ട് നിൽക്കുന്നുണ്ട്. അത് നമ്മളിവിടെ പിൻ ചെയ്തിട്ട് ഒന്നുകൂടി ടൈറ്റ് ആക്കിയിട്ട് അങ്ങ് പിൻ ചെയ്ത് കൊടുക്കാം. യാരോട് നിനക്കെന്ന പേച്ച് നീതാനേ കണ്ണേ ഞാൻ വാങ്ങുമൂച്ച. ഇനി ഇതങ്ങ് കവർ ചെയ്തേക്കാം. അപ്പോൾ ഇത് നമ്മളുടെ ഫുൾ ഡ്രേപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. ഫൈനൽ ഇൻ ദി സെൻസ് സാരിയുടെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇനി കുറച്ച് ആടയാഭരണങ്ങളും കൂടി ഇടാനുണ്ട്. ഞാൻ അങ്ങനെ സിമ്പിളായിട്ട് കെട്ടി കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ചൂടല്ലേ. അപ്പോൾ ചൂടത്ത് ഇതൊക്കെയാണ് നല്ലത്. അപ്പോൾ ഇത് നമ്മളുടെ ഫുൾ ഡ്രേപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ എൻ്റെ ഈ ഒരു സെറ്റും കൊണ്ട് ഡ്രേപ്പിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയേക്കണേ. അപ്പോൾ ഞാനൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെറുതായിട്ട് ചെയ്തു. അപ്പോൾ കണിക്കൊന്ന ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്ന് വരുന്ന സമയത്ത് പറിച്ചിട്ട് വന്നു. അപ്പം ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.